കാരണം ഞാനൊരു സൈലൻ്റ് ആയിരുന്നു. ക്ലാസ് കട്ട് ചെയ്യില്ല, ക്ലാസ്സിലൊക്കെ വളരെ ശ്രദ്ധ ഉണ്ടാവും. പിന്നെ രാമമാഷ് എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ കൂടെ നോക്കുന്നവരാണ്. അപ്പം ആദ്യം പ്രീ ഡിഗ്രി കഴിഞ്ഞുകൂടെ തന്നെ ഞാൻ രാമമാഷ് കാണും ഇങ്ങോട്ടേക്ക് പോകും. കാരണം മാഷ് മാർക്കായിട്ട് ചോദിച്ചാലോ എന്നെ മേടിച്ചു. അങ്ങനെ പിന്നെ മാഷ കണ്ടപ്പോൾ ഞാൻ മാഷോട് പറയും അങ്ങനെ ക്ലാസ് പഠിച്ചതാണ്. ഓക്കെ. പിന്നെ ഞാൻ പ്രാവശ്യം കണക്ക് എനിക്ക് വളരെ സംശയം, രവീന്ദ്ര മാഷ്ക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല. ഞാൻ ചോദിച്ചു, സംശയം ചോദിച്ചു. ആദ്യമായിട്ടാണ് സംശയം ചോദിക്കുന്നത്. പക്ഷെ മാഷ്ക്ക് വളരെ സന്തോഷം, എനിക്കാണെങ്കിൽ അതിൻ്റെ കൂടെ സന്തോഷം. ഞാൻ ചോദിച്ചോ ഞാൻ എഴുതിയിട്ട് പഠിപ്പിച്ചിട്ടായി ഉള്ള ധാരണയായി. അതിനാ പിന്നെ ഞാനന്ന് ഓർമ്മിക്കുന്നത് അനിലിനെയാണ്. ഈ ക്ലാസ് ഒഴിവുള്ള സമയത്ത് അനിൽ ഞാനിവിടെ പാട്ട് പാടും. അനിലെ പാട്ട് പാടുക. ഞാൻ അവിടെ ഡെസ്കിൽ ഇങ്ങനെ താളം കിട്ടുക. അതിൻ്റെ കൂടെ വേറെ ആർക്കൊക്കെ ഉണ്ട്, ആരും എനിക്ക് ഓർമ്മയില്ല. അതിൽ പിന്നെ ചെസ് കളിക്കുന്നുണ്ട്, അനിൽ ചെസ് കളിക്കുന്നുണ്ട്. അപ്പോൾ അനിൽ ഞാനതിൽ ചെസ് കളിക്കുമ്പോൾ അനിൽ എന്നെ 3 നീക്കനെന്ന് തോപ്പിച്ചു. അപ്പോൾ എനിക്ക് വാശിയായി. ഞാൻ തന്നെ എന്നും കളിക്കണം പറഞ്ഞു. പിന്നീട് അനിൽ 4 തോപ്പിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ഞങ്ങൾക്ക് പുരോഗതി ഉണ്ടല്ലോ, ആദ്യം 3 തോറ്റു, 4 നീക്കനെല്ലാം തോപ്പിച്ചു. അങ്ങനെയൊക്കെ പിന്നെ പെൺകുട്ടികളോടൊക്കെ ഞാൻ ഒന്നങ്ങനെ വർത്തമാനം പറയില്ല. എന്നെ അറിയപ്പെടാത്തത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സിലോ കല കൈകായിട്ടൊന്നും ഒന്നിലും പങ്കെടുക്കില്ല, രാഷ്ട്രീയമില്ല. അതുകൊണ്ട് അങ്ങനെ സൈലൻ്റായിട്ട് പോയതാണ്. പിന്നെ പെൺകുട്ടികളോട് ഞാൻ അങ്ങനെ വർത്താനം പറയില്ല, അങ്ങനെ പറയണ്ട. പിന്നെ ഞാൻ ഇപ്പോൾ കോഴിക്കോട് താമസം, ഭാര്യ ഉണ്ട്, റബിത.